ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് രൂപത്തിലാണ് ഞാനിത് അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വാട്സാപ്പിൽ കൂടി നമുക്ക് ഒരാൾക്ക് പേയ്മെന്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ഷെയർ ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. അതല്ല, ഇത് അറിയാതെ ഓർക്കാതെ ബാക്ക് അടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മിക്കവരും എന്നോട് പലരും ചോദിച്ചു എങ്ങനെയാണ്. അപ്പൊ എല്ലാവരിലേക്കും ഇത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ നമ്മള് സമയം കളയുന്നില്ല, നമുക്ക് തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. വാട്സാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകൾ വശത്തായിട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കണ്ടോ, അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ആറാമത്തെ ഓപ്ഷൻ താഴത്തേക്ക് റൈറ്റ് സൈഡിൽ ആറാമത്തെ ഓപ്ഷൻ പേയ്മെന്റ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളുടെ UPI ID കാണിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ആർക്കാണ് അയച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് റീസെന്റ് ഹിസ്റ്ററി അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഹിസ്റ്ററി കാണിക്കും. നമ്മൾ അയച്ചു കൊടുത്ത ആൾ ഓപ്പൺ ചെയ്തിട്ട് അത് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഷെയർ എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഷെയർ കൊടുക്കാം. ഷെയർ കൊടുത്തിട്ട് വാട്സാപ്പ്, അപ്പോൾ തന്നെ താഴെ വാട്സാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഇമേജ് അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ തന്നെ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു വിവരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതി കാണുന്നു. നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ സി യു, ബൈ ബൈ.